ഇന്ത്യയിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ ഏറ്റവും വലിയ അഭയകേന്ദ്രവും വിശ്വാസ്യതയുമുള്ള ഒരു സ്ഥാപനമാണ് കോടതികൾ എന്ന് പറയുന്നത്. അതിൽ തന്നെ ഏറ്റവും പരമോന്നതമായ കോടതി സുപ്രീം കോടതിയാണ് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ അദ്ദേഹം തന്നെ കഴിഞ്ഞ ദിവസം ഗവൺമെൻറ്റിനെതിരെ ഒരു വലിയ വിമർശനം തൊടുത്തുവിട്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഒരു ചോദ്യം ഉന്നയിച്ചിരിക്കുന്നു. അതൊരു വിധിയുടെയും ഭാഗമല്ല, പക്ഷേ ഒരു പരാമർശമാണ് നടത്തിയിട്ടുള്ളത്. ആ പരാമർശത്തിന് വലിയ പ്രാധാന്യമുണ്ട്. പലപ്പോഴും കേരളത്തിൽ നടക്കുന്ന മറ്റു പല വിഷയങ്ങളിലും ഇത് മുങ്ങിപ്പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്യുന്നത്. ആ പരാമർശം ഇതാണ്: ഇന്ത്യയിലെ ഭരണഘടനാ സ്ഥാപനങ്ങൾ അലങ്കരിക്കുന്ന ആളുകൾ അവരുടെ ജോലി കൃത്യമായി ചെയ്തില്ലെങ്കിൽ, അവരുടെ കൃത്യനിർവഹണത്തിൽ അലംഭാവം കാണിച്ചാൽ ഞങ്ങൾക്ക് നോക്കിയിരിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് സുപ്രീം കോടതി ചോദിച്ചേക്കുന്നത്. ഇതിലേക്ക് നയിച്ചിട്ടുള്ള സാഹചര്യങ്ങൾ ആദ്യം തന്നെ ഒന്ന് വിശദീകരിക്കേണ്ടതുണ്ട്. എന്നിട്ട് നമുക്ക് ഈ കോടതിയിൽ ഇത് എന്തുകൊണ്ട് പറഞ്ഞു എന്നുള്ളതിലേക്ക് വരാം. എങ്കിലേ ഇത് ക്ലാരിറ്റി വരുള്ളൂ, കൃത്യത വരുള്ളൂ. ഇതിൽ ഏറ്റവും ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്, നമുക്കറിയാം BJP ഗവൺമെൻറ് 2014 അധികാരത്തിൽ വന്നതിന് ശേഷം, പിന്നീട് 2019 രണ്ടാമതും അധികാരത്തിൽ വന്നതിന് ശേഷം ഭരണഘടനാ സ്ഥാപനങ്ങളിൽ പലതിനെയും അവരുടെ വരുതിക്കാക്കുകയോ അല്ലെങ്കിൽ ഈ ഭരണഘടനാ സ്ഥാപനങ്ങൾ അലങ്കരിക്കാൻ വേണ്ടി വിടുന്ന ഗവർണർമാരെ പോലെയുള്ള ആളുകളെ തങ്ങളുടെ രാഷ്ട്രീയ പദ്ധതികൾ നടപ്പിലാക്കാൻ, തങ്ങൾക്ക് അടുത്ത തെരഞ്ഞെടുപ്പിൽ ജയിക്കാനുള്ള ഉപകരണങ്ങളാക്കി മാറ്റുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അത് പലപ്പോഴും ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരിക്കലും ഇല്ലാത്തൊരു കാര്യമാണ്. പല ഗവൺമെൻറ്റുകളെയും ഡിസ്മിസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതൊന്നും ഞാൻ മറക്കുന്നില്ല, പല ഗവർണർമാരെയൊക്കെ ഉപയോഗിച്ച്. പക്ഷേ അങ്ങനെ ഡിസ്മിസ് ഒന്നും ചെയ്യാൻ കഴിയാത്ത ലെവലിലേക്ക് പിന്നീട് SR ബൊമ്മ കേസിൽ ഒരു വിധി വന്നു. കാരണം അവിടെ അങ്ങനെ ഗവർണറുടെ മാത്രം ഒരു അധികാരത്തിലോ അല്ലെങ്കിൽ പ്രസിഡന്റിന് കൊടുക്കുന്ന അധികാരത്തിലോ മാത്രം ഡിസ്മിസ് ചെയ്യാൻ പറ്റില്ല എന്നും, പകരം അവർക്ക് ഭൂരിപക്ഷം തെളിയിക്കാനുള്ള അവസരം കൊടുക്കണം എന്നും പറഞ്ഞ വിധിയുണ്ടായി. അപ്പോൾ അതിനൊരു ലിമിറ്റേഷൻ വന്നതിന് ശേഷം പലപ്പോഴും ഈ പറയുന്ന മോദി ഭരണകൂടം, മോദി റെജീം പലപ്പോഴും ഇത്തരത്തിൽ ഗവർണർമാരെ അയക്കുന്നത് തന്നെ പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ പ്രശ്നമുണ്ടാക്കാനും അവരുടെ ഒരു ഭരണത്തെ തന്നെ തടസ്സപ്പെടുത്താനും അതുവഴി ജനങ്ങളിൽ ഒരു അപ്രീതി ഉണ്ടാക്കാനും അതോടൊപ്പം തന്നെ സൈമൾട്ടേനിയസ്ലി അവിടെ BJPക്ക് വളരാനുമുള്ള സാഹചര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടിയാണ്. ഇപ്പോൾ നമ്മൾ അറിയേണ്ടത്, ജഗദീപ് ധൻഖർ എന്ന് പറയുന്ന ഒരു ഉപരാഷ്ട്രപതി നമുക്കുണ്ടായിരുന്നു. അദ്ദേഹം രാജിവെച്ചു പോയി. അതിനു മുമ്പ് അദ്ദേഹം എങ്ങനെയാണ് ഉപരാഷ്ട്രപതിയായത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അദ്ദേഹം ബംഗാളിൽ ഗവർണറായിരുന്നു. അദ്ദേഹം പ്രമുഖരായിട്ടുള്ളൊരു അഭിഭാഷകൻ കൂടിയായിരുന്നു. ആ ബംഗാളിൽ അദ്ദേഹം മമതാ ബാനർജിക്കെതിരെ യുദ്ധം നയിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. ആ യുദ്ധം നയിക്കുമ്പോൾ അത് അവിടുത്തെ BJPക്ക് വലിയ സഹായകരമായി തീരുകയും ഒക്കെ ചെയ്തിരുന്നു. ആ ജഗദീപ് ധൻഖർ രാജ്ദീപ് സർദേശായി എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു മാധ്യമ പ്രവർത്തകനോട് എനിക്ക് ഗവൺമെൻറ്റിനെ കുറിച്ച് പറയാനുണ്ട്, ഈ മമതാ ബാനർജിയുടെ ഗവൺമെൻറ്റിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, നിങ്ങൾ എൻ്റെ ഇൻ്റർവ്യൂ എടുക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത്തരത്തിലുള്ള ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ ഈ രാജ്ദീപ് സർദേശായി നടത്തിയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലാണ് പല ഗവർണർമാരും പെരുമാറിക്കൊണ്ടിരുന്നത്. ഇത് പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ മാത്രമേ ഈ പ്രശ്നമുള്ളൂ. ഇപ്പോൾ ഉത്തർപ്രദേശിലോ ഗുജറാത്തിലോ മധ്യപ്രദേശിലോ ഒന്നും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളില്ല എന്നുള്ളത് കൂടി നിങ്ങൾ അറിയണം. നമ്മുടെ തൊട്ടടുത്തുള്ള തമിഴ്നാട്ടിൽ RN രവി എന്ന് പറയുന്ന ഒരു ഗവർണർ, ആ ഗവർണർ വലിയ തോതിൽ അവിടെ BJPക്ക് വലിയ സാധ്യതകളൊന്നും ഇല്ലെങ്കിൽ പോലും അവർ വളരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അവിടെ DMK എന്ന് പറയുന്ന ഗവൺമെൻറ്റിനെതിരെ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നതുകൊണ്ട് ഈ കഴിഞ്ഞ തവണ RN രവിയുടെ കയ്യിൽ നിന്ന് ഒരു സർട്ടിഫിക്കറ്റ് മേടിക്കാൻ ഒരു PhDക്ക് പഠിക്കുന്ന ഒരു കുട്ടി തയ്യാറായില്ലെന്ന് മാത്രമല്ല, ഞാൻ വൈസ് ചാൻസലറുടെ നിന്ന് മേടിച്ചോളാം എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത്തരത്തിലുള്ള വലിയ വിഷയങ്ങൾ ഈ പ്രതിപക്ഷ സംസ്ഥാനങ്ങളിൽ മുഴുവൻ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഈ RN രവി എന്ന് പറയുന്ന ഒരാൾ 4 കൊല്ലത്തോളം വരെ ഏതാണ്ട് 10ഓളം വരുന്ന പ്രമുഖമായിട്ടുള്ള ബില്ലുകൾ തടഞ്ഞു വെച്ചു. അപ്പോൾ ബില്ലുകളൊക്കെ തന്നെ തടഞ്ഞു വെക്കുകയും, ഇത് പഞ്ചാബിലും സംഭവിച്ചു, ബൻവാരിലാൽ പുരോഹിതിൻ്റെ ഗവർണറുടെ കാര്യത്തിലും സംഭവിച്ചു. ഇങ്ങനെ പ്രതിപക്ഷ പാർട്ടികളെല്ലാം തന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരുന്നപ്പോൾ അവർ കോടതിയിലേക്ക് പോയി. അവർ കോടതിയിലേക്ക് പോയപ്പോൾ അത് സുപ്രീം കോടതിയുടെ ഒരു 2 അംഗ ബെഞ്ച് അസന്നിഗ്ധമായ ഒരു വിധി പ്രഖ്യാപിച്ചു. ആ വിധി പ്രഖ്യാപിച്ചതാണ്, നേരത്തെ ബില്ലുകൾ എത്ര കാലം വേണമെങ്കിലും ഗവർണർമാർക്ക് തടഞ്ഞു വെക്കാൻ കഴിയുമായിരുന്നു, വേണമെങ്കിൽ അതിനുശേഷം അത് പ്രസിഡന്റിന് അയക്കാൻ കഴിയുമായിരുന്നു. ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ഒരു ഭരണത്തെ തന്നെ വേണമെങ്കിൽ തടസ്സപ്പെടുത്താൻ കഴിയുമായിരുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഭരണ സംവിധാനത്തെ പ്രവർത്തിക്കാൻ അനുവദിക്കാതെ കേന്ദ്ര ഗവൺമെൻറ് ഒരു പ്രതിനിധിക്ക് ഒരു അപ്പർ ഹാൻഡ് കിട്ടുന്ന രീതിയിലുള്ള ഒരു നിയമമാണ് ഉണ്ടായിരുന്നത്. കാരണം ആ നിയമത്തിൽ പറഞ്ഞിരുന്നത് ബില്ലുകൾ as soon as possible നിങ്ങൾ ഇത് ഒപ്പിട്ട് കൊടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ as soon as possible എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ളൊരു ടൈം പീരീഡ് അല്ലാത്തതുകൊണ്ട് ഇവർ പലപ്പോഴും 3-4 കൊല്ലങ്ങളൊക്കെ വരെ ഇത് വെച്ചുകൊണ്ടിരുന്നു എന്നുള്ളതാണ്. ചില ബില്ലുകളൊക്കെ അതിനേക്കാൾ കൂടുതൽ പോയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ആകെ 5 കൊല്ലം മാത്രമേ ഒരു ഭരിക്കാനുള്ള അനുമതി ഒരു സർക്കാരിനെ ഉള്ളൂ, ഒരു ടൈം പീരീഡ് ഉള്ളൂ എന്ന് നിങ്ങളൊന്ന് ആലോചിക്കണം.
അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിച്ചുകൊണ്ടിരുന്നപ്പോൾ അത് കോടതിയിലേക്ക് പോയപ്പോൾ ഇത് വലിയ തോതിൽ പൊല്ലാപ്പായി മാറിയപ്പോൾ പലതരത്തിലുള്ള കേസുകൾ വന്നപ്പോൾ ഒരു കേസല്ല, പല സംസ്ഥാനങ്ങളും ഇത്തരത്തിലുള്ള കേസുകളായിട്ട് വരികയും ആ കേസുകൾ ചിലതൊക്കെ വന്ന ദിവസം തന്നെ ഗവർണർമാർ ഒപ്പിട്ട് കൊടുക്കുകയും ചിലതൊക്കെ ഈ പറയുന്ന പോലെ ഹർജികൾ പിൻവലിച്ചുകൊണ്ട് ഓടുകയും ഇങ്ങനെ പല കാര്യങ്ങളൊക്കെ ഉണ്ടായതിനു ശേഷം ഏറ്റവും ഒടുവിൽ ഈ RNWയുമായിട്ടുണ്ടായ കേസിൽ ഒരു കോടതി ഒരു വിധി പറഞ്ഞു, 2 അംഗ ബെഞ്ച്. ആ വിധി പറഞ്ഞത് ഈ അസ് സൂൺ ആസ് പോസിബിൾ എന്ന് പറയുന്ന ഒരു കാര്യം എടുത്തു മാറ്റിക്കൊണ്ട് കൃത്യമായിട്ട് ഒരു 3 മാസത്തെ ടൈം പീരീഡ് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതായത് 1 മാസമാണ് യഥാർത്ഥ ടൈം പീരീഡ്, പിന്നെ 3 മാസം എന്ന് പറയുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ബില്ല് തിരിച്ചയക്കാം, വീണ്ടും അത് തിരിച്ചിങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒപ്പിട്ടേ പറ്റൂ എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ ഇത്തരത്തിൽ യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഗവർണറുടെ ഒരു പൊസിഷനുകൾ ഒരു ലിമിറ്റ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. ഇത് സംഭവിക്കുമ്പോൾ തന്നെ മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട്. ഈ ഗവർണർ എന്നുള്ള നിലക്ക് പല സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളും അവരുടെ പല യൂണിവേഴ്സിറ്റികളുടെയും വൈസ് ചാൻസലറായി വെച്ചിരുന്നത് ഈ ഗവർണറെയാണ്. ആ ചാൻസലറായി വെച്ചിരുന്നത് കൊണ്ട് തന്നെ ആ ചാൻസലർ പദവി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ പറയുന്ന ഭാരതാംബയുടെ ചിത്രം വെക്കാനും അതുപോലെ തന്നെ വിഭജന ഭീതി ദിനം ആചരിക്കാനുമൊക്കെയുള്ള നീക്കങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരധികാരം പോയിട്ടും ഗവർണർമാരൊന്നും അടങ്ങിയിട്ടില്ല, മറ്റൊരു അധികാരം ഉപയോഗിച്ച് ഇത്തരത്തിൽ അവരുടെ പൊളിറ്റിക്കലായിട്ടുള്ള രാഷ്ട്രീയ അജണ്ടകൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന രാഷ്ട്രീയ ഏജന്റുമാരായി അവർ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഘട്ടത്തിൽ ഇത് സുപ്രീം കോടതിയിലേക്ക് ഇന്ത്യൻ പ്രസിഡന്റ് തന്നെ ഒരു 14ഓളം വരുന്ന ചോദ്യങ്ങൾ അങ്ങോട്ട് കൊടുത്തു. അതായത് പ്രസിഡൻഷ്യൽ റെഫറൻസ് എന്ന് വിളിക്കാവുന്ന 14ഓളം ചോദ്യങ്ങൾ കൊടുത്തു. ആ ചോദ്യങ്ങൾ കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ഉപരാഷ്ട്രപതിയായിട്ടുള്ള ജഗദീപ് ധൻഖർ, അദ്ദേഹം ഏറ്റവും കൂടുതൽ ഇൻകം ടാക്സ് കൊടുത്തുകൊണ്ടിരുന്ന ഏറ്റവും പ്രമുഖരായിട്ടുള്ള ഒരു അഡ്വക്കേറ്റുകളിൽ ഒരാളാണ്. അദ്ദേഹം തന്നെ ഇങ്ങനെ വിധിക്കാൻ കോടതിക്ക് അധികാരമില്ല എന്ന് പറയുകയും സുപ്രീം കോടതിയെ പോലും രൂക്ഷമായിട്ട് വിമർശിക്കുകയൊക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടു. സുപ്രീം കോടതിയെ വിമർശിക്കുന്നത് ജഗദീപ് ധൻഖർ മാത്രമല്ല, ഈ പറയുന്ന ഇലക്ട്രൽ ബോണ്ടിൻ്റെ കേസിലുമൊക്കെ തന്നെ കുചേലൻ്റെയും കൃഷ്ണൻ്റെയും കഥ പറഞ്ഞുകൊണ്ട് ഇനി കുചേലനോട് പോലും ഈ പറയുന്ന തെളിവുകൾ ചോദിക്കുമോ എന്നൊക്കെയുള്ളവർക്ക് സുപ്രീം കോടതിയെ പരോക്ഷമായെങ്കിലും വിമർശിക്കുന്നത് നരേന്ദ്രമോദിയുടെ കാര്യത്തിലൊക്കെ തന്നെ കണ്ടു. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ആ പ്രസിഡൻഷ്യൽ അഡ്രസ്സ് എന്ന് പറയുന്ന കാര്യം പരിശോധിക്കുകയും അതിൻ്റെ പുറത്ത് വാദം നടക്കുകയും ചെയ്യുമ്പോഴാണ് കൃത്യമായിട്ട് BR ഗവായി എന്ന് പറയുന്ന ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് ഒരു ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളത്. ആ ചോദ്യങ്ങൾ ഇതായിരുന്നു: ഞങ്ങൾക്ക്, അതായത് ഭരണഘടനാ സ്ഥാപനങ്ങളിൽ ഇരിക്കുന്ന ആളുകൾ അവരുടെ നിർവഹണത്തിൽ അലംഭാവം കാണിച്ചാൽ ഞങ്ങൾക്കത് നോക്കിയിരിക്കാൻ കഴിയില്ല എന്നുള്ളത് കൃത്യമായി പറഞ്ഞേക്കണത്. ഇത് മാത്രമല്ല, ഗവർണർമാരുടെ കരുണയിൽ വേണോ സംസ്ഥാന സർക്കാരുകൾക്ക് ഭരിക്കാൻ എന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. ഗവർണർമാരെന്ന് പറയുന്നത് ഒരു ഫെസിലിറ്റേറ്റർ മാത്രമാണ്, അല്ലാതെ ഒരു കാരണവശാലും അവിടെ ഭരിക്കുന്ന ജനങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ള ഗവൺമെൻറ്റുകൾക്ക് തന്നെയാണ് അധികാരമുള്ളത് എന്നുമൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്ര ഇനി വിധി വരാനിരിക്കുന്നതേ ഉള്ളൂ. എന്താണ് വിധി എന്നുള്ളത് നമുക്ക് ഏതാണ്ട് ഊഹിക്കാവുന്നതാണ് ഈ പറയുന്ന ഒരു പരാമർശങ്ങളിലൊക്കെ നിന്ന് തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ പ്രസിഡന്റ് കൊടുത്തിട്ടുള്ള ഒരു റെഫറൻസുകളൊക്കെ തന്നെ ഗൗരവത്തിലെടുക്കുകയും അതിൻ്റെ പുറത്ത് വാദം കേൾക്കുകയും അതിനുവേണ്ടി ഒരു 5 പേരടങ്ങുന്ന ഒരു ബെഞ്ചിനെ തന്നെ, ഒരു ഭരണഘടനാ ബെഞ്ചിനെ തന്നെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയും അതിനെ ഹെഡ് ചെയ്യുന്നത് ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയുമാണ്. ആ ബെഞ്ചാണ് ഇത്തരം ചോദ്യങ്ങൾ ചോദിച്ചത് എന്ന് നിങ്ങൾ അറിയണം. ഇതാണ് ഇതിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയെങ്കിൽ യഥാർത്ഥത്തിൽ ഈ BJP ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം നമ്മൾ പലപ്പോഴും 1975 നടന്ന അടിയന്തരാവസ്ഥയെക്കുറിച്ചും അതിനു മുമ്പ് 57 കേരളത്തിലെ ഗവൺമെൻറ്റുകളെ ഡിസ്മിസ് ചെയ്തതിനെക്കുറിച്ചും ഒക്കെ പറയുമ്പോൾ പോലും നമ്മൾ പലപ്പോഴും അറിയേണ്ട ഒരു കാര്യം, അധികാരത്തിലേക്ക് എത്തുകയും അധികാരത്തിൻ്റെ വലിയ തോതിലുള്ള ഭൂരിപക്ഷം കിട്ടുകയും ഒരു ശക്തമായിട്ടുള്ള പ്രതിപക്ഷം ഇല്ലാതാവുകയും ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ ഇത്തരത്തിലുള്ള ഭരണഘടനാ സ്ഥാപനങ്ങളെയൊക്കെ തന്നെ ഗവൺമെൻറ്, അതായത് ഒരു ഓട്ടോണമസ് ആയിട്ടുള്ള സ്വയംഭരണാധികാരമുള്ള സ്ഥാപനങ്ങളൊക്കെ തന്നെ വരുതിയിലാക്കാൻ വേണ്ടി BJP പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണിത്. അത്തരത്തിലാക്കാൻ പറ്റാത്ത ചില കാര്യമെന്ന് പറയുന്നത് സുപ്രീം കോടതിയെ പോലുള്ള സ്ഥാപനങ്ങളാണ്. അതുകൊണ്ടാണ് സുപ്രീം കോടതിയിൽ നിന്നുള്ള വിമർശനം ഉണ്ടാകുന്നത്. നേരത്തെ DY ചന്ദ്രചൂഡ് ഇരുന്നപ്പോഴാണ് ഈ പറയുന്ന ഇലക്ട്രൽ ബോണ്ട് റദ്ദാക്കുകയും അത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് പ്രഖ്യാപിക്കുകയും അതിൻ്റെ ഇൻഫർമേഷൻസ് എല്ലാം തന്നെ പുറത്തേക്ക് വിട്ടേ പറ്റൂ എന്ന് നിർബന്ധം പിടിക്കുകയും ചെയ്തത് നമുക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ അത്തരത്തിൽ സുപ്രീം കോടതി ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളത് നമുക്കൊരു ആശ്വാസമാണ്. പക്ഷേ അങ്ങനെ ആശ്വാസമായിക്കൊണ്ടിരിക്കുമ്പോഴും അതിൻ്റെ കൊളീജിയം അടക്കമുള്ള നിരവധി കാര്യങ്ങൾ അവർ ശുപാർശ ചെയ്യുന്ന ആളുകളെ നിയമിക്കാതെ മറ്റു പല രീതികളും ഉപയോഗിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഇത് കഴിഞ്ഞിട്ടുള്ള പല പ്രലോഭന വാഗ്ദാനങ്ങളും ഒക്കെ നൽകിക്കൊണ്ട് തന്നെ വരുതിയിലാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് നിങ്ങൾ മറന്നു പോകരുത്. ഇത് സുപ്രീം കോടതിയുടെ മാത്രം ഒരു കാര്യമല്ല. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഭരണഘടനാ സ്ഥാപനം എങ്ങനെയാണ് ഒരു ഗവൺമെൻറ്റിൻ്റെ, അതായത് പ്രധാനമന്ത്രിയും അതുപോലെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവും കൂടി ഇരിക്കുന്ന ഒരു സമിതിയാണ് അത് തീരുമാനിക്കേണ്ടത്. അപ്പോൾ നമുക്കറിയാം കുറേ കൂടി നിഷ്പക്ഷരായിട്ടുള്ള ആളുകൾ വരുമായിരുന്നു. പക്ഷേ എന്തിനാണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയെ അങ്ങനെ ഒരു സമിതി തിരഞ്ഞെടുക്കുന്നത് മാറ്റിയിട്ട്
ഞാനും ഈ പറയുന്ന പ്രധാനമന്ത്രിയും എൻ്റെ കീഴിലുള്ള ഒരു മന്ത്രിയും പിന്നെ ഈ പറയുന്ന പ്രതിപക്ഷ നേതാവ് എന്ന് പറയുമ്പോൾ 2:1 ആണ്. അപ്പോൾ അത്തരത്തിൽ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയെ തന്നെ ഇത്തരത്തിൽ തരം താഴ്ത്തിയതിൻ്റെ അല്ലെങ്കിൽ നേരത്തെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യക്ക് തുല്യമായി കണക്കൂട്ടിയിരുന്ന ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയെ ഒരു സെക്രട്ടറി പദവിയിലേക്ക്, ക്യാബിനറ്റ് സെക്രട്ടറി പദവിയിലേക്ക് ഒതുക്കിയതിൻ്റെ അല്ലെങ്കിൽ അങ്ങനെ ശമ്പളം പോലും മാറ്റിയതിൻ്റെ ഒരു ദുരന്ത ഫലമാണ് നമ്മൾ ഇലക്ഷൻ കമ്മീഷനിൽ കണ്ടതെന്ന് മറക്കരുത്. ഇതേപോലെ തന്നെ അഡ്വക്കേറ്റ് ജനറലിൻ്റെയും അക്കൗണ്ട്സ് ജനറലിൻ്റെയും ഒക്കെ ഓഫീസുകളും നിരവധി ഭരണഘടനാ സ്ഥാപനങ്ങളും ഒക്കെ തന്നെ പ്രതിസന്ധി നേരിടുകയാണ്. യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള നിരവധി ഓഡിറ്റ് ജനറലിൻ്റെയും ഇത്തരത്തിലുള്ള നിരവധി ഓഫീസുകൾ ഭരണഘടനാപരമായി ഇൻഡിപെൻഡൻ്റായി നിലനിൽക്കാൻ കഴിയുന്ന ഓഫീസുകളുടെ സ്വയംഭരണത്തിന് അവരുടെ കൃത്യമായിട്ടുള്ള നിലനിൽപ്പുകളുടെ ഇടയ്ക്ക് തന്നെ ഞങ്ങളുടെ കീഴിലും ഞങ്ങളുടെ ഔദാര്യത്തിലുമായിരിക്കണമെന്ന് വിചാരിക്കുന്ന ഒരു മോദി റജീമും അല്ലെങ്കിൽ ഭരണകൂടങ്ങളും ഇന്ത്യക്ക് ഭീഷണിയാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. യഥാർത്ഥത്തിൽ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയെ ഒരാൾ അപ്പോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയാളെ ഗവൺമെൻറ്റിന് പോലും പിന്നെ മാറ്റാൻ കഴിയില്ല എന്നുള്ളതുകൊണ്ട് വലിയ സുശക്തമായ പദവിയായിരുന്നു. ആ പദവി നമ്മളെ ബോധ്യപ്പെടുത്തിയത് TN ശേഷം പോലെയുള്ള ആളുകളാണ് എന്ന് നിങ്ങൾ മറന്നു പോകരുത്. ആ പദവികളിൽ നിന്ന് ഇത്തരത്തിലുള്ള നിരവധി ഭരണഘടനാ സ്ഥാപനങ്ങൾ, ഞാനിപ്പോൾ ഇവിടെ മുഴുവൻ പേര് വായിക്കുന്നില്ല, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ അടക്കമുള്ള നിരവധി ഭരണഘടനാ സ്ഥാപനങ്ങളിൽ ഈ അപജയം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതും പക്ഷേ സുപ്രീം കോടതി അതിഗംഭീരമായത് ചോദ്യം ചെയ്തിരിക്കുന്നു എന്നുള്ളതുമാണ് ഈ വിധിയുടെ പ്രത്യേകത. ഇത് യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന ഒരു ഫെഡറൽ സിസ്റ്റത്തെയും നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയെയും ഒക്കെ തന്നെ വെല്ലുവിളിക്കുകയും അതൊക്കെ തന്നെ തകർന്നു പോവുകയും ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ഇത്തരത്തിലുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസിൻ്റെ തകർച്ച സംഭവിച്ചാൽ, അതേപോലെ തന്നെ നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളുമായിട്ടുള്ള ബന്ധം ഇതുപോലെ ശിഥിലമായാൽ ഇത് സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. പക്ഷേ BJP മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ എത്രത്തോളം ഈ പറഞ്ഞ പോലെ പിടിമുറുക്കുന്നുവോ അത്രത്തോളം എതിർപ്പുകൾ ഉയരുമെന്നുള്ളതാണ് വാസ്തവം. കഴിഞ്ഞ തവണ നിങ്ങൾ അധികാരത്തിലേക്ക് കയറുന്നതിന് മുമ്പ് നിതീഷ് കുമാറിനെയും അതുപോലെ നായിഡുവിനെയും പോലെയുള്ള കുറച്ച് പേരെ കൂടെ കിട്ടിയെങ്കിൽ ഇത്രയും നാൾ നിങ്ങൾ ഭരിച്ചിട്ട് പോലും നിങ്ങളുടെ ഭൂരിപക്ഷം കൂട്ടാനോ പ്രതിപക്ഷത്തുനിന്ന് ഒരു പാർട്ടിയെ പോലും കൂടെ വീണ്ടും ചേർക്കാനോ ഒന്നും കഴിയാത്തതിൻ്റെ കാര്യം അവർ അപകടം മണത്തിരിക്കുന്നുവെന്നും നിങ്ങളുടെ കീഴിൽ അടിമകളായി നിൽക്കേണ്ടി വരും, നിങ്ങളുടെ കയ്യിലേക്ക് സർവ്വ അധികാരവും വെച്ചു കൊടുത്താലെന്നും അവർ മനസ്സിലാക്കിയിരിക്കുന്നു. അവർ മനസ്സിലാക്കിയതിനേക്കാൾ കൂടുതൽ അതിഗംഭീരമായി ഇന്ത്യയിലെ പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള ബുദ്ധിജീവികളൊന്നും വിളിക്കാത്ത നല്ല ബുദ്ധിയുള്ള ആളുകൾ മനസ്സിലാക്കിയിരിക്കുന്നു എന്നുള്ളത് നിങ്ങൾ അറിയണം. അതുകൊണ്ടാണ് കഴിഞ്ഞ തവണ 303 നിന്ന് 240 എത്തിയത്. ഇനിയും നിങ്ങൾ വാശി പിടിച്ച് ഇതേ രീതിയിൽ തന്നെ മുന്നോട്ട് പോയാൽ ഇന്ത്യൻ ജനത നിങ്ങൾക്ക് മറുപടി തരും അടുത്ത തെരഞ്ഞെടുപ്പിൽ.